ഹലോ ഫ്രണ്ട്സ്, സീബാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണോ ഉണ്ടാക്കുന്നത്? ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. നമുക്ക് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാവുന്ന. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ബൗളിനകത്ത് ഒരു ബൗൾ റാഗി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മണ്ണും കല്ലും ഒക്കെ കാണും, അതുകൊണ്ട് നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് വെള്ളം വാരാനായിട്ട് വെക്കാം. റാഗി നന്നായിട്ട് കഴുകണം. ഒരു 7-10 പ്രാവശ്യമെങ്കിലും വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വേണം നമുക്ക് ഇതെടുക്കാൻ. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ ഈ കഴുകി അരിച്ചെടുത്ത റാഗി നമ്മൾ അതിലേക്ക് ഇട്ടൊന്ന് വറക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റാഗി നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയാലും മതി. ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ, നമ്മൾ നേരത്തെ വെയിലത്തിട്ട് ഉണക്കി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റാഗിയിലേക്ക് ഞാനൊരു 10-12 ബദാമാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വരട്ടെ. റാഗിയും ബദാമും ഒക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായി. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് ഇട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വയ്ക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട് റാഗിയും ബദാമും, കരിഞ്ഞു പോകരുതും. ഇനി അത് തണുത്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയണം. നമ്മളിങ്ങനെ വറുത്ത് പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കുറച്ച് പാലിനകത്ത് കാച്ചി കുടിക്കാം, അല്ലാതെ കുറുക്കുണ്ടാക്കി കഴിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പുട്ടുണ്ടാക്കാം, അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്ക് പണ്ട് നമ്മൾ കുറുക്കുണ്ടാക്കാനൊക്കെ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് രാവിലെ കഴുകി കല്ലിലരച്ച് മിക്സിയിലരച്ച് അരിച്ചൊക്കെ എല്ലായിരുന്നു എടുക്കുന്നത്. അരിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിരുന്നാലും മതി. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ റാഗിപ്പൊടി വാങ്ങിക്കുന്നതിൽ നല്ലതാണ്. അപ്പം നമ്മൾ അതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ആദ്യം ചായ അരിപ്പ വെച്ച് നോക്കിയതാണ്, അപ്പോൾ ഭയങ്കര താമസം വീഴാൻ. അപ്പോൾ നമ്മൾ വലിയ അരിപ്പയിലോട്ടിട്ട് നന്നായിട്ട് വേഗം അരിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിക്കണം. എന്നാലും നമ്മൾ അരിക്കുന്നത് ഈ റാഗിയുടെ ചെറിയ ഉമിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പം നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പൊടി നമുക്ക് കുപ്പിയിലോ ടിന്നിലോ ഒക്കെ ഇട്ട് അടച്ച് സൂക്ഷിക്കാം. ഇനി നമുക്ക് ഇത് കാച്ചാനായിട്ട് ഞാനൊരു 1 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ റാഗിപ്പൊടിയാണ് ഇട്ടത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. ഒരു ശകലം മതി, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മധുരത്തിന് ചേർക്കുന്നത് പനങ്കൽക്കണ്ടമാണ്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. പനങ്കൽക്കണ്ടം അതൊരു 1.5 സ്പൂണോളം ചേർക്കുന്നുണ്ട്. നമ്മൾ മധുരത്തിന് നമ്മൾക്ക് പഞ്ചസാരയോ ശർക്കരയോ പനങ്കൽക്കണ്ടോ എന്ത് വേണമെങ്കിലും അവരവരുടെ ഇതുപോലെ ചേർക്കാം. ഇനി അത് എല്ലാമായിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കാച്ചിയെടുക്കാം. ഇത് നമ്മൾ നല്ല തിക്കായിട്ട് കുറുക്കിയല്ല എടുക്കുന്നത്, കുറച്ച് ലൂസായിട്ടാണ്. ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പറ്റിയ ഒരു അളവിലാണ് ഇതുണ്ടാക്കുന്നത്. ഇനി കുറുക്കായിട്ട് വേണമെന്നവർക്ക് കുറച്ചുകൂടെ റാഗിപ്പൊടി ഒരു 3 സ്പൂണൊക്കെ റാഗിപ്പൊടി ചേർത്താൽ നല്ല കുറുക്കി വരും. ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി തിളച്ച് ഒരല്പം ഒന്ന് ചെറുതായിട്ട് കുറുകുമ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്ന് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ തിളച്ച് ഒരല്പം ഒന്ന് കുറുകിയപ്പോൾ നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു അളവിൽ ലൂസായിട്ട് നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പറ്റിയ ഒരളവിലാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ കുപ്പിപ്പാലൊക്കെ കുടിക്കുന്ന കുട്ടികൾക്ക് കുപ്പിയിലാക്കി ഇങ്ങനെ കൊടുത്താൽ അവർ കുടിച്ചോളും. അല്ലാത്ത കട്ടി വേണ്ടവർക്ക് നമ്മൾ കുറച്ചുകൂടെ കട്ടിയായിട്ടും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാനൊരു ഡ്രിങ്ക് പോലെയാണ് തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവർക്കും കഴിക്കാൻ. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ശരീരത്തിനും വളരെ നല്ലതാണല്ലോ. റാഗി മുടി വളരാനും എല്ലാം വളരെ നല്ലതാണ്. കാൽസ്യവും ഇഷ്ടം പോലെ ഉണ്ട് റാഗിയിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്